നമസ്കാരം. കഠിനംകുളത്ത് വീട്ടമ്മയായ ആതിരയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലാകുമ്പോഴും കേസിൽ നിറയുന്നത് ദുരൂഹതകൾ മാത്രം. യുവതിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തും കൊല്ലം ദളവാപുരം സ്വദേശിയുമായ ജോൺസണാണ് പിടിയിലായത്. കോട്ടയം ചിങ്ങവനത്ത് നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എലിവിഷമാണ് പ്രതി കഴിച്ചതെന്ന് ആശുപത്രിയിലെ പരിശോധനയിൽ വ്യക്തമായി. ജോൺസൺ മുമ്പ് ജോലി ചെയ്തിരുന്ന ഹോം സ്റ്റേയിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത്. ഇവിടെയുള്ള സാധനങ്ങൾ എടുക്കാൻ എത്തിയതായിരുന്നു പ്രതി. പോലീസ് പിടിച്ചതിനു ശേഷമാണ് താൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. തുടർന്ന് പോലീസ് പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിച്ച ശേഷം അബോധാവസ്ഥയിലായ പ്രതിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പോലീസ് പിടിക്കുമെന്ന് ഉറപ്പായപ്പോഴായിരുന്നു ജോൺസണിന്റെ എലിവിഷം കഴിക്കൽ. അതിനിടെ ആതിരയെ ഭീഷണിപ്പെടുത്താൻ പലവിധ തന്ത്രങ്ങൾ ജോൺസൺ എടുത്തതായിട്ടാണ് സൂചന. എങ്ങനെയും ആതിരയും കുടുംബത്തിൽ നിന്നും പുറത്താക്കാനായിരുന്നു ഗൂഢാലോചന. മറ്റൊരാൾക്ക് കൂടി ഈ സംഭവത്തിൽ പങ്കുണ്ടാവാനുള്ള സാധ്യത പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി ജോൺസൺ വിഷം കഴിച്ചതോടെ ഇനി പ്രതി ആരോഗ്യം വീണ്ടെടുക്കേണ്ടത് അന്വേഷണത്തിൽ നിർണായകമാണ്. പലവിധ ദുരൂഹതകൾ ഈ കേസിൽ അഴിയാനുണ്ടെന്നാണ് പോലീസ് നിഗമനം. കഴിഞ്ഞ ദിവസം രാവിലെ 11:30 വെഞ്ഞാറമൂട് സ്വദേശിനി ആതിരയെ വീട്ടിൽ കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിന് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പൂജാരിയായ ഭർത്താവ് രാജീവ് പൂജ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ആതിരയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഫിസിയോതെറാപ്പിസ്റ്റായ പ്രതിക്ക് എറണാകുളത്തും കൊല്ലത്തും സുഹൃത്തുക്കളുണ്ടെന്ന് മനസ്സിലാക്കി. അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് കോട്ടയത്ത് പ്രതിയുള്ളതായി സൂചന കിട്ടിയത്. ആതിര ഇൻസ്റ്റഗ്രാം റീലുകളുടെ ആരാധികയായിരുന്നു. റീലുകൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും പതിവായിരുന്നു. ഈ റീൽസുകൾക്ക് താഴെ വന്ന കമന്റുകളിലൂടെയും അഭിനന്ദനങ്ങളിലൂടെയുമാണ് ആതിര വിവാഹമോചിതനായ യുവാവുമായി അടുപ്പത്തിലാകുന്നത്. ഈ അടുപ്പം പിന്നീട് പ്രണയമായി. ആതിരയെ കാണാൻ സുഹൃത്ത് വീട്ടിലും എത്തി തുടങ്ങി. 7 മാസം മുമ്പ് പ്രശ്നം തുടങ്ങി. അപ്പോൾ തന്നെ ഭർത്താവിനെല്ലാം ആതിരയെ അറിയിച്ചു. ഇതിനിടെ ആതിരയെ ഭാര്യയാക്കാൻ ജോൺസൺ കള്ളക്കളികൾ തുടങ്ങി. എല്ലാം ഭർത്താവിനോട് പറയുമെന്ന് ഭയപ്പെടുത്തി. ആതിരയെ ഭയപ്പെടുത്താനായി ഇതിനുള്ള പലവിധ തന്ത്രങ്ങൾ ജോൺസൺ നടത്തി. ഇതിനായി രാജീവിനെ വിളിച്ചിരുന്നു. രാജീവിന്റെ ഫോൺ നമ്പറിലേക്കും വിളിക്കും. ഫോൺ എടുത്താൽ പിന്നെ ഒന്നും മിണ്ടില്ല. അങ്ങനെ ഹോൾഡ് ചെയ്യും. ഒരേ നമ്പറിൽ നിന്നുള്ള വിളി സ്ഥിരമായതോടെ രാജീവിനും ദുരൂഹത തോന്നി. ആരാണെന്നും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിയാനായി ദീർഘനേരം ഫോണിൽ രാജീവ് ഹലോ ഹലോ എന്ന് പറഞ്ഞ് കാത്തു. ചില കോളുകൾ 5 മിനിറ്റ് വരെ പോയിട്ടുണ്ടെന്നാണ് രാജീവ് നൽകുന്ന സൂചന. ഇങ്ങനെ പലതും രാജീവ് പറഞ്ഞിട്ടുണ്ട്. രാജീവുമായി താൻ 5 മിനിറ്റ് എല്ലാം സംസാരിച്ചെന്നും എല്ലാം പറഞ്ഞുവെന്നും ആതിരെ ഭയപ്പെടുത്താൻ മൊബൈലിലെ കോൾ ലിസ്റ്റ് ഉപയോഗിക്കാനുള്ള തന്ത്രമാണ് ഇതെന്നാണ് വിലയിരുത്തൽ. അതേസമയം അമ്പലത്തിന് തൊട്ടടുത്താണ് കൊല നടന്ന വീട്. ഈ വീട്ടിലേക്ക് പട്ടാപ്പകൽ ഒരാൾ വന്നു കയറി എന്നതും ഭർത്താവ് അറിഞ്ഞിട്ടില്ല. ആതിരയുടെ മൃതദേഹം ആദ്യം കണ്ട് പോലീസിനെ അറിയിച്ചതും ഭർത്താവാണ്. ഈ സാഹചര്യത്തിൽ രാജീവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് ആലോചിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ജോൺസണിനെ കണ്ടെത്തിയത്. സൗഹൃദം മറ്റൊരു തലത്തിലേക്ക് കാണുന്നതോടെ ആതിരയെ പലതവണ സുഹൃത്ത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. വിവാഹമോചിതനായ ഇയാൾക്കൊപ്പം ഇറങ്ങിച്ചെല്ലണമെന്നതായിരുന്നു ഇയാളുടെ ആവശ്യം. കൊലയിൽ കലാശിച്ചതും ഇതേ ഭീഷണിയും തർക്കവുമാണെന്നാണ് പോലീസ് നിഗമനം. കുടുംബത്തെ ഉപേക്ഷിച്ച് കൂടെ വരണമെന്ന ആവശ്യം നിരസിച്ചതോടെ പ്രതി ആതിരയെ കൊല്ലുകയായിരുന്നു. കൊലയ്ക്ക് അവസരം കാത്ത് പ്രതി പെരുമാതുറയിലെ ലോഡ്ജിൽ ഒരാഴ്ച താമസിച്ചതായും പോലീസ് കണ്ടെത്തി. ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് ഒപ്പം ചെല്ലണമെന്നതായിരുന്നു ജോൺസന്റെ ആവശ്യം. ആതിര ഇതിന് തയ്യാറായില്ല. ഇതോടെയാണ് കൊലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കൊലയ്ക്ക് ശേഷം ആതിരയുടെ സ്കൂട്ടറുമായിട്ടാണ് പ്രതി രക്ഷപ്പെട്ടത്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു. ഇവിടെ നിന്ന് പ്രതി കോട്ടയത്തേക്ക് പോയി എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. 1 വർഷക്കാലമായി കൊല്ലപ്പെട്ട യുവതിയുമായി അടുപ്പത്തിലായിരുന്നു ജോൺസൺ. ഇയാൾക്ക് കൊല്ലപ്പെട്ട യുവതിയുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. ആദ്യം 1 ലക്ഷത്തോളം രൂപ യുവതി ജോൺസൺ നൽകിയിരുന്നു. കൃത്യത്തിന് 3 ദിവസം മുമ്പ് 2500 രൂപ ജോൺസൺ യുവതിയുടെ പക്കൽ നിന്നും വാങ്ങി. യുവതിയുടെ ചിത്രങ്ങൾ കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്താണ് ജോൺസൺ കൂടുതൽ പണം തട്ടിയിരുന്നത്. ഒടുവിൽ തന്റെ ഒപ്പം വരണമെന്ന് ജോൺസൺ യുവതിയോട് ആവശ്യപ്പെട്ടു. ഇത് യുവതി വിസമ്മതിച്ചു. കൃത്യം നടന്ന ദിവസം രാവിലെ 9 മണിയോടെ വീട്ടിലെത്തിയ ജോൺസൺ ബോധം കെടുത്തിയ ശേഷം കഴുത്തിൽ കത്തി കുത്തി ഇറക്കിയായിരുന്നു. പ്രതി പെരുമാതുറയിലെ വാടക വീട്ടിൽ നിന്നും കത്തിയുമായി പോകുന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ 12,000-ഓളം ഫോളോവേഴ്സുള്ള ആളാണ് പ്രതി ജോൺസൺ.